കോൾഡ് ആണോ? ആന്റിബയോട്ടിക് എടുക്ക്. ഫീവർ? ആന്റിബയോട്ടിക്. ലൈഫിൽ സ്ട്രെസ് ഉണ്ടോ? ആന്റിബയോട്ടിക് തന്നെ. ഇപ്പോഴൊക്കെ ഈ ജനങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് ആന്റിബയോട്ടിക്സിനെ കാണുന്നത്. ഏതൊരു അസുഖം വന്നാലും ആന്റിബയോട്ടിക്. ഇതെന്താ ആന്റിബയോട്ടിക് ഭക്തിയോ? ഹായ്, ഞാൻ ഡോക്ടർ രേഷ്ണ ആൻഡ് വെൽക്കം ബാക്ക് ടു ഡോക്ടർ രേഷ്ണ റാം അൺഫിൽറ്റർഡ്. എനിക്കറിയാം, ആന്റിബയോട്ടിക് എന്ന വേർഡ് എല്ലാവർക്കും അറിയാം. ബട്ട് മോസ്റ്റ് പീപ്പിൾ യൂസ് ഇറ്റ് കംപ്ലീറ്റ്ലി റോങ്. So let's clear it up simple ആയിട്ട്. Antibiotics are the medicine that kills or fight against bacteria and not virus. മലയാളത്തിൽ പറഞ്ഞാൽ ബാക്ടീരിയയെ ആക്രമിക്കുന്ന ഒരു മെഡിസിൻ ആണ് ആന്റിബയോട്ടിക്, അല്ലാതെ വൈറസിനെ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കോൾഡ് അല്ലെങ്കിൽ വൈറൽ ഫീവർ, ഫ്ലൂ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. എന്നാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ടോൺസിലൈറ്റിസ്, സൈനോസൈറ്റിസ്, ന്യൂമോണിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇതേപോലുള്ള ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ്. അല്ലാതെ ചുമ്മാ ഏതെങ്കിലും ഒരു അസുഖത്തിന് ആന്റിബയോട്ടിക്സ് എടുത്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള നല്ല ഗട്ട് ബാക്ടീരിയ അതിനെയായിരിക്കും ഈ ആന്റിബയോട്ടിക് നശിപ്പിക്കുന്നത്. മറിച്ച് വൈറസ് പവർഫുൾ ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. Some antibiotics go boom on the bacteria. Some says, hey bro, stop growing. ഒരു ഗ്രൂപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് ബാക്ടീരിയയുടെ സെൽ വോളിനെയായിരിക്കും നശിപ്പിക്കുന്നത്. വേറെ ഗ്രൂപ്പ് ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസിസിനെ ആയിരിക്കും നശിപ്പിക്കുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ഒരു പനി വന്നാൽ ഡോക്ടറോട് പറയും, ഡോക്ടറെ ഒരു ആന്റിബയോട്ടിക് തരാമോ? കഴിഞ്ഞ തവണ ഈ ആന്റിബയോട്ടിക് കഴിച്ചിട്ടാണ് എന്റെ പനി മാറിയത്. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ, അതിപ്പോൾ വൈറൽ ഫീവർ ആണെങ്കിൽ അവിടെ ആന്റിബയോട്ടിക് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള നല്ല ഗട്ട് ബാക്ടീരിയ അതിനെയാണ് നശിപ്പിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ വൈറസിനെ അല്ല. അപ്പോൾ വെറുതെ ചെന്ന് ഡോക്ടറെ എനിക്കൊരു ആന്റിബയോട്ടിക് തരൂ എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ? ഇനി അടുത്തൊരു വലിയൊരു മിസ്റ്റേക്ക്. ചില ആൾക്കാര് 1 or 2 ദിവസം ഡോക്ടർ തന്ന ആന്റിബയോട്ടിക് കഴിക്കും, അസുഖം ഭേദാവും. പിന്നെയോ ആ ആന്റിബയോട്ടിക് തൊടുക പോലും ഇല്ല. ശരിക്കും ഇത് റോങ് അല്ലേ? ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 7, ചിലപ്പോൾ 3 ദിവസം. അല്ലാതെ പകുതി വെച്ച് അസുഖം ഭേദമായി എന്ന് കരുതി നിർത്തിയാൽ നിങ്ങളുടെ ശരീരത്തിലെ ബാക്ടീരിയ പോവും, പക്ഷെ വീണ്ടും അത് തിരിച്ചു വരും. പക്ഷെ ആ ഒരു തിരിച്ചു വരവ് ഭയങ്കര പവർഫുള്ളും ഡേഞ്ചറസും ആയിരിക്കും. ഇതൊരു ആന്റിബയോട്ടിക് അല്ലേ, അല്ലാതെ ഒരു മാജിക് ബട്ടൺ ഒന്നുമല്ലല്ലോ. അതേപോലെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് വാങ്ങുന്നത്, പിന്നെ ആന്റിബയോട്ടിക് വേറൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ ഈ കാണിക്കുന്ന മിസ്റ്റേക്സിലൂടെ ഒരു വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. എന്താണെന്നറിയോ? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അതായത് നിങ്ങൾ ഈ കഴിക്കുന്ന അസിത്രോമൈസിൻ, മോക്സ്ക്ലാവ്, മോക്സിസിലിൻ ഇങ്ങനെയുള്ള ടാബ്ലറ്റ് ഒക്കെ ബാക്ടീരിയ കൊല്ലുകയാണല്ലോ. പക്ഷെ ഈ മിസ്റ്റേക്ക് കാരണം ഈ ബാക്ടീരിയ കൂടുതൽ സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ ഈ ആന്റിബയോട്ടിക്സിനൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവത്തില്ല. So please trust your doctor. Every prescription there is a reason. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ റൂൾസ് ഒന്ന് പാലിച്ചാൽ മതി. അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് മാത്രം മെഡിസിൻ എടുക്കുക. മെഡിസിൻ എടുത്തു തുടങ്ങിയാൽ നിർബന്ധമായും ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ബാക്കി വരുന്ന ആന്റിബയോട്ടിക് വേറൊരാൾക്ക് ഷെയർ ചെയ്യരുത്. ആൻഡ് ഏറ്റവും പ്രധാനം, ഗൂഗിൾ അല്ല നിങ്ങളുടെ ഡോക്ടർ. ഗൂഗിൾ പറയുന്ന മെഡിസിൻ കൊണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ നമ്മൾ തന്നെ കൺഫ്യൂസ് ആവും. സോ ഗൈസ്, ആന്റിബയോട്ടിക്സ് ആർ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്, super helpful if you treat them right. But if you ignore these rules, they will turn against you. ആന്റിബയോട്ടിക്സിന് കുറച്ച് റെസ്പെക്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ടീരിയ റിവെഞ്ച് എടുക്കും. ആന്റിബയോട്ടിക് ഒരു ഗിഫ്റ്റ് തന്നെയാണ്, പക്ഷെ അത് തെറ്റായി യൂസ് ചെയ്താൽ അതിനെ പോലുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളത് വേറെ ഒന്നുമില്ല. So next time, if you are sick, don't rush to a pharmacy,
asking for an antibiotic. Sometimes your body just need rest, fluids and care, not a stronger medication. So stay smart, stay healthy, keep it unfiltered. ഞാൻ ഡോക്ടർ രേഷ്ന. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.